ഹായ് ഫ്രണ്ട്സ്, ഹരിദാസ് ഹെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒഴിച്ചുകറി ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ഊണ് തയ്യാറാക്കിയാലോ. തക്കാളിച്ചോറും മുരിങ്ങയിലത്തോരനും തൈരും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഊണുണ്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തക്കാളിച്ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 8 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി തന്നെ എടുക്കണം കേട്ടോ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ശരിക്കും ടേസ്റ്റ്. പിന്നെ കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. കുഞ്ഞുള്ളിയുടെ കളറ് മാറൊന്നും വേണ്ട, ചെറുതായിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമ്മൾ എത്രയാണോ ചോറ് എടുക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പരുവായി കിട്ടണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വഴറ്റിയത്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും സാധാരണ നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ചോറിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ തക്കാളി മിക്സ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഇങ്ങനെ ചോറുണ്ടാക്കുമ്പോൾ ഇനി ഇതിന് വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറായിരിക്കും. ഒഴിച്ചുകറിയുടെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇതിന് നമുക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില തോരനും കൂടി ഉണ്ടാക്കിയെടുക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ചട്ടീനെ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ വെളിച്ചെണ്ണ കിടന്നിട്ട് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ഇനി തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലരിതിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കും, അങ്ങനെ തോരനുണ്ടാക്കും. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ മുട്ട ഇട്ടാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. മുട്ടയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ മുട്ടയൊക്കെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു കുഴമ്പ് പരുവം മാറിയിട്ട് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ തോരനൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും മുട്ടയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മുരിങ്ങ തോരൻ റെഡി ആയിട്ടോ. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ചോറും ഇതൊക്കെ പാടെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ തക്കാളി ചോറ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മുട്ട മുരിങ്ങയില തോരൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് അച്ചാറും കുറച്ച് തൈരും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒഴിച്ചുകറി ഒന്നുമില്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതുപോലെ ഒരു ഊണ് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.